എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 30 കേരള PSC പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഡിസംബർ 30 തന്നെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ മാസ്റ്റർ കെ അക്കാഡമി ഓൾറെഡി ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ കോഴ്സ് ഉണ്ട്. ലോങ് ടൈം ബാച്ച് ഓൾറെഡി ഇപ്പൊ റണ്ണിംഗ് ആണ്. അതിന്റെ കൂടെ തന്നെ രണ്ടാമത്തെ ബാച്ച് ഡിസംബർ 22 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, അതുകൂടാതെ ലൈവ് ക്ലാസ് ഉണ്ട്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, പ്രിന്റ് ഔട്ട് PDF നോട്ട്സ് ഉണ്ട്, അതുപോലെ ഫുൾ ടൈം മെന്റർഷിപ്പ് ഉണ്ട്, മാക്സിമം മോക്ക് എക്സാം ഉണ്ട്, അതുകൂടാതെ തന്നെ മാക്സിമം മോഡൽ എക്സാം നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലോട്ട് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ അധ്യാപകർ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ഫുൾ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസംബർ 22 തിങ്കളാഴ്ച മുതൽ നമ്മൾ രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുക. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ടൊന്ന് പോവാം. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അറിയാം, ലീഗൽ മെട്രോളജി ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി, അതായത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണ്. അന്നത്തെ സ്കെയിൽ ഓഫ് പേ എന്ന് വെച്ചാൽ 43,400 തൊട്ട് 91,200 വരെയാണ്. ഓക്കെ, ഇതാണ്ട് നമ്പർ ഓഫ് വേക്കൻസി അന്ന് റിപ്പോർട്ട് ചെയ്തത് 2 വേക്കൻസിയാണ്. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ റിസൾട്ട് വന്നത് 2024 ഏപ്രിലാണ് റിസൾട്ട് വന്നത്. അപ്പൊ 2024 ഏപ്രിൽ റിസൾട്ട് വന്ന് ഏകദേശം 1.5 വർഷം ആകുമ്പോൾ 16 പേർക്ക് ഇപ്പം തന്നെ അഡ്വൈസ് ആയിട്ടുണ്ട്. 16 പേർക്ക് അഡ്വൈസ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് ഏകദേശം ഒരു 30-ലധികം പേർക്ക് അഡ്വൈസ് കിട്ടാൻ ചാൻസ് ഉള്ള ഏറ്റവും നല്ലൊരു ജോബാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. നിലവിൽ അന്ന് 2 പേർക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തത്. അത് 30-ലധികം പേർക്ക് ജോലി കിട്ടുന്ന രീതിയിലോട്ട് എത്തി. അപ്പൊ വേക്കൻസി കുറവ് ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഒറ്റ വേക്കൻസിയാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. വേക്കൻസിയുടെ എണ്ണം കൂടിക്കൂടി വരും, ഓരോ വർഷം കഴിയുമ്പോഴും കൂടിക്കൂടി വരും. ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ. അപ്പൊ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ റിസർവേഷൻ കാറ്റഗറി ഒക്കെ ഉണ്ടെങ്കിൽ OBC ആണെങ്കിലും അല്ലെങ്കിൽ SC ആണെങ്കിലും നമുക്ക് എന്താ ഏജ് റിലാക്സേഷൻ ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ ആണ്. അപ്പൊ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതിലെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിച്ചു വേണം. ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സിൽ ഗ്രാജുവേഷൻ എന്ന് വെച്ചാൽ BSc ഫിസിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട് conferred അല്ലെങ്കിൽ recognized by any of the universities in Kerala. അതായത് BSc ഫിസിക്സ് പറ്റും. അത് കൂടാതെ ഓക്കെ ശ്രദ്ധിക്കണം, കെമിസ്ട്രി മെയിൻ എടുത്ത് BSc കെമിസ്ട്രി പഠിച്ചിട്ട് അതിൻ്റെ കൂടെ സബ്ബായിട്ട് ഫിസിക്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ സബ് ഫിസിക്സ് പഠിച്ചാൽ മതി. അപ്പൊ ഡിഗ്രി ഏതായാലും മതി. ഓക്കെ, അങ്ങനെ ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. അത് കൂടാതെ ബിടെക് ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. ബിടെക് ഉള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അത് കൂടാതെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആഫ്റ്റർ അണ്ടർഗോയിങ് റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് 3 years, അതായത് 3 year ഉള്ള ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് വേറൊരു രീതി പറയുന്നുണ്ട്, ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അവർക്കൊരു 3 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതാത് ഫീൽഡിൽ ഒരു വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ വർക്ക് എക്സ്പീരിയൻസിന് സർട്ടിഫിക്കറ്റ് കേരള PSCയിൽ ഹാജരാക്കണം. ഓക്കെ ആണ്. അപ്പൊ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ BSc ഫിസിക്സ് ഉണ്ട്. അത് കൂടാതെ BSc കെമിസ്ട്രി ആയാലും കുഴപ്പമില്ല, പക്ഷെ ഫിസിക്സ് ഒരു സബ്ബായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അവർക്ക് എന്താ 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ക്ലിയർ ആണ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2024 ഏപ്രിലാണ് റിസൾട്ട് വന്നത്. ആ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് അന്ന് വിളിച്ചപ്പോൾ 2 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നിലവിൽ നോക്കണേ, 16 പേർക്ക് ടോട്ടൽ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. 16 പേർക്ക് ടോട്ടൽ അഡ്വൈസ് 1.5 വർഷം ആകുന്നതോളം ലിസ്റ്റ് വന്നിട്ട് ഇനി ഒരു 1.5 വർഷം കൂടെ ഇതിന്റെ ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 30-ന് മുകളിൽ ചിലപ്പോൾ 50 വരെ വേക്കൻസി വരാം. എന്താണ് നോക്കണേ, പ്രീവിയസ് എക്സാമിന്റെ കട്ട് ഓഫ് 44 മാർക്കായിരുന്നു. കട്ട് ഓഫ് 44 മാർക്കായിരുന്നു. ക്വസ്റ്റ്യൻ പൊതുവെ ഇച്ചിരി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ 44 മാർക്കായിരുന്നു കട്ട് ഓഫ്. ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്ക് എന്ന് വെച്ചാൽ 61 മാർക്ക്. ഏറ്റവും ടോപ്പ് മാർക്ക് 61 മാർക്കായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെ സിലബസ് എന്ന് വെച്ചാൽ 5 സബ്ജക്റ്റ് ആണ് സിലബസ് ആയിട്ട് വരുന്നത്. അതിനകത്ത് ബേസിക് ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ട്. ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ചോദ്യങ്ങൾ, അതേപോലെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 മാർക്കിന്റെ ചോദ്യമുണ്ട്. അതുകൂടാതെ കെമിസ്ട്രി ഒരു 30 മാർക്കുണ്ട്, ഫിസിക്സ് ഒരു 30 മാർക്കുണ്ട്, മാത്സ് ഒരു 20 മാർക്കുണ്ട്. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് എക്സാം. അപ്പൊ ബേസിക് ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ട് 10 മാർക്ക്, കമ്പ്യൂട്ടറിന്റെ ബേസ് ചെയ്ത് 10 ചോദ്യമുണ്ട്, കെമിസ്ട്രി 30 ഉണ്ട്, ഫിസിക്സ് 30 ഉണ്ട്, മാത്സ് 20 ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇത്രയാണ് നമ്മുടെ സിലബസ് ആയിട്ട് വരുന്നത്. ടോട്ടല് 100 ചോദ്യങ്ങളാണ് ഉള്ളത്. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ട്.
അപ്പൊ ഇത്രയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയുടെ ക്ലാസ്സുകൾ ഡിസംബർ 22 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത നിങ്ങൾ എല്ലാവരും ഓർക്കണം. നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി. ഡയറി ഫാം ആയിക്കോട്ടെ, അതിലെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് എക്സാം ആയിക്കോട്ടെ, അതിനെല്ലാം മിക്കപ്പോഴും ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് ആ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. നമ്മുടെ ഇന്റർവ്യൂസ് എല്ലാം ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലെല്ലാം കിടപ്പുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാം കിടപ്പുണ്ട്, അതെല്ലാം നിങ്ങൾ കാണുന്നതാണ്. അപ്പൊ നോക്കുക നമ്മുടെ സ്പെഷ്യാലിറ്റി എന്തുകൊണ്ട് അവർ ഫസ്റ്റ് റാങ്ക് നേടുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ അവർ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ നോക്കുക. ഇതാണ് നമ്മുടെ പ്രത്യേകത. നമുക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ലൈവ് ക്ലാസ് ഉണ്ട്. അതുകൂടാതെ ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്. ഓരോ ടോപ്പിക് വൈസ് ഓരോ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ആ മൊഡ്യൂൾ വൈസ് എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. അതുകൂടാതെ ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻ ഉണ്ട്. അതുകൂടാതെ മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ട്. അതുകൂടാതെ PDF മെറ്റീരിയൽസ് ഉണ്ട്. PDF മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താ, പ്രിന്റ് ഔട്ട് PDF നോട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ മാക്സിമം മോഡൽ എക്സാമും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ റെക്കോർഡ് ക്ലാസ്, പിന്നെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്, പ്രിന്റ് ഔട്ട് PDF നോട്ട്സ് ഉണ്ട്, മാക്സിമം മോക്ക് എക്സാം ഉണ്ട്. ഓരോ മൊഡ്യൂൾ വെച്ചിട്ടുള്ള മാക്സിമം മോക്ക് എക്സാം, മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. അത് ടോപ്പിക് വെച്ചിട്ടുള്ള മോഡൽ എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യും. അതുപോലെ 24 മണിക്കൂർ മെന്റർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ഫുൾ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മാസ്റ്റർ കെ അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.